ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ച് ഞാൻ രാവിലെ എണ്ണിക്കണമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ രാവിലെ നമുക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഇന്ന് സൺഡേ ഉണ്ട് എണ്ണീക്കാൻ. അപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ചോട്ടു ആണെങ്കിൽ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് നിൽക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചില്ല, ഊണ് കഴിച്ചില്ല. ഊണ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വ്ളോഗ് എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഞാനിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഇപ്പം നല്ല രീതിക്ക് കിടന്ന് ബഹളം വെച്ചതുകൊണ്ട് ഞാൻ ചോക്കോനെ പുറത്തിറക്കിയിട്ടുണ്ട്. ചോക്കോനെ കാണിക്കാവേ. ചോക്കോ നോക്കേ, അങ്ങോട്ട് നോക്കുന്നാപ്പാ. താണ്ടേ ചോക്കോ എന്താണ്ടൊക്കെ പറക്കി തിന്നു തറയെ കിടക്കുന്നത്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മുടെ ചോക്കോ വലിയ കുട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ 8 മാസം ആയിട്ടേ ഉള്ളൂ, പക്ഷേ വലിയ കുട്ടിയായി. ഇപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് പുറത്ത്, നമുക്ക് കണ്ടോ നല്ല വെയിലുണ്ട്. ഞാൻ അതുകൊണ്ട് ഇച്ചിരി തണലത്തോട്ട് മാറി നിന്നാണ് വ്ളോഗ് എടുക്കുന്നത്. പിന്നെ ഗൈസ്, പിന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇവിടുത്തെ എൻ്റെ ഈ സൈഡിലൊരു ഗാർഡൻ, അത് നമ്മൾ ഭയങ്കര കാട് കയറി കിടന്നതായിരുന്നു. മഴ സമയമായപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പോച്ചയൊക്കെ ആയി, ഫുള്ള് അലങ്കോലമായി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സൺഡേ നമ്മൾ ഇതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കാണിക്കാം. ഈ ചെടികളൊക്കെ ദാണ്ട് ഇവിടെ തറയിരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ദാണ്ട് ഇവിടെ എടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്കോ അടുക്കളയിൽ കയറിയെന്ന് തോന്നുന്നു. അമ്മ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. നമുക്ക് പോയി ചോക്കോനെ വിളിച്ചോണ്ട് വരാം ഗൈസ്. ചോക്കോ ഇങ്ങ് വന്നേ. അപ്പോൾ നമ്മുടെ ഗാർഡൻസ് ഒക്കെ ഇവിടെ ഇപ്പം നല്ല ഭംഗിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. താണ്ടേ ഹായ്, കൊള്ളല്ലേ. ഇതിങ്ങനെ നമ്മുടെ അടുത്ത് വരും ഇത്, കാരണം ഇത് ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. താണ്ടേ എൻ്റെ അടുത്തൂടെ ഒക്കെ പറന്നൊക്കെ പോകുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ താണ്ട് ഈ ചെടി നമ്മൾ വെട്ടി ഭയങ്കരമായിട്ട് ഇവിടെ വളർന്ന് കാട് കയറി. അപ്പോൾ നമ്മൾ വെട്ടി ചെറുതായിട്ട് കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോവാൻ. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോവാം. ചോട്ടൂനെയൊക്കെ പോയി നോക്കിയിട്ട് തരാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സൺഡേ വ്ളോഗാണ്. ചോട്ടു, അപ്പൊ നീ പുറത്തു പോയില്ലേ? അല്ല, അച്ഛനെ കൊണ്ട് പോകുന്നില്ലേ? അത് പോകുന്നുണ്ട്, പിന്നെ പോകുന്നുള്ളൂ. ആന്നോ, ഞാനതൊക്കെ നമ്മുടെ വ്ളോഗിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ചോട്ട് കണ്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അടുത്ത പ്ലാൻ എന്ത് പിന്നെ നമ്മുടെ ഇനി എന്ത് അകത്തോട്ടൊന്ന് കേറാം. ഞാൻ ഇത്രയും നേരം നമ്മുടെ പുറത്ത് നിന്നിട്ട് വ്ളോഗ് എടുക്കുമായിരുന്നു. പിന്നെ അകത്തോട്ട് എന്നിട്ട് നമുക്ക് എല്ലാരും ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് ഉച്ചക്ക് നമ്മുടെ ഊണ് കഴിക്കണം. അപ്പം ഇന്ന് ഉച്ച മുതലുള്ള വ്ളോഗാണ് ഗൈസ് നമ്മള്, കാരണം രാവിലത്തെ എടുക്കാൻ നമ്മൾ വിട്ടുപോയി. എണീറ്റ് വന്നപ്പോഴത്തേക്കും സമയം ഇപ്പൊ ചോക്കോനെ നമ്മൾ കൂട്ടി കേട്ടിട്ടുണ്ട്. അതാ ഭയങ്കര ബഹളം അവിടെ കിടന്ന്. നേരെ നമുക്ക് ഇനി അടുക്കളയിലോട്ടൊക്കെ റീലെടുക്കുന്ന കാര്യം പറയണം ഗൈസ്. പിന്നെ നമുക്ക് ഇന്നൊരു റീലിന്റെ പരിപാടി ഉണ്ട്. സമയമുണ്ടെങ്കിൽ നമ്മൾ റീൽ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ദാണ്ട് നമ്മുടെ ഫൈറ്റർ, അതിപ്പം ദാണ്ട് ബബിൾസ് ഒക്കെ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രീഡ് ചെയ്യാനുള്ള ഇതാന്ന് തോന്നുന്നു. നമ്മളൊരു ഫീമെയിലിനെയും കൂടെ വാങ്ങണം. ഓക്കെ, അപ്പോൾ ആളൊറ്റയ്ക്കേ ഉള്ളൂ. നമുക്കൊരു ഫീമെയിലിനെയും കൂടെ വാങ്ങിയൊക്കെ കൊടുക്കണം. ഓക്കെ, ഇതാണ്ടേ ഇപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് സൺഡേ ആയിട്ട് ഇവിടെ കഴിക്കാൻ നല്ല ചീനി വേവിച്ചതും പിന്നെ എന്തോ കറി, നല്ലൊരു മീൻകറി ഉണ്ട് ഗൈസ്. അപ്പോ നമ്മുടെ അച്ഛന്റെ കണ്ണു വയ്യ, അതിന്റെ ബാക്കിൽ കൂടെ പോകുന്നു. കണ്ണു വയ്യാത്തോണ്ട് ആളിവിടെ വയ്യ, ഒന്നും പറയാനൊന്നും വയ്യ. ആശുപത്രി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സോ അതാണ് ഗൈസ്, നമുക്കിന്നിവിടെ ചീനി വേവിച്ചതാണ്. പിന്നെ നല്ല മീൻകറിയും ഉണ്ട്. അപ്പൊ ഉച്ചക്ക് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഫുഡ്. അമ്മയെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ അതാണ്ട് നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഇങ്ങോട്ട് നോക്ക്, എന്തേലും പറയൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്.
ഫോൺ വാങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലത്. അപ്പക്ക് വീഡിയോയിൽ വന്നിട്ട് എന്തോ പറയണോന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി ചോട്ടിനെടുത്തിട്ട് പോവാം. ഇവരെങ്ങനെ വീഡിയോയിൽ എങ്ങനെ അധികം ഒന്നും പറയാറില്ലാത്തോണ്ട്. ഓക്കെ, ബൈ, സി യു ഗൈസ്. അപ്പോ നമ്മള് ഉച്ചക്കത്തെ ഊണ് കഴിക്കണം ഗൈസ്. നല്ല മീൻകറിയും ചീനിയൊക്കെ. നല്ല മീൻകറിയും ചീനിയും ചോറും, ചൂട് ചോറും, സൂപ്പർ കോമ്പിനേഷൻ. എന്നിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്തോ അടുത്ത പരിപാടി നമ്മളെ? കുറച്ച് റീലിന്റെ പരിപാടികളുണ്ട്, റീലെടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബിയറുപ്പികളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് പെയിന്റ് ചെയ്യണം, കഴുകി വൃത്തിയാക്കിയിട്ട്. അത് ഞാൻ എന്നെ വിചാരിക്കുന്ന കാര്യം നമുക്കൊന്ന് ബോട്ടിലാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം. പിന്നെ നമുക്ക് സമയമുണ്ട്, സൺഡേ ഉണ്ട്, ടൈമുണ്ട്, ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബോട്ടിലാർട്ട് ചെയ്യാം. പിന്നെ ഗൈസ് ഇന്ന് 12:30 വേൾഡ് കപ്പ് ഉണ്ട്. അല്ല, അതിന്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ കളി കാണാൻ പോകുന്നുണ്ട്. ആഡ് ചെയ്യാം. വേൾഡ് കപ്പ് ആര് ജയിക്കും എന്നൊക്കെ കണ്ടറിയാം. ഞാൻ പറയുന്ന സ്പെയിൻ ജയിക്കും. ചോട്ടുവോ? സ്പെയിൻ. പിന്നെ എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ മെസ്സി ജയിക്കാം, അല്ലെങ്കിൽ സ്പെയിൻ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. അമ്മ നല്ലൊരു പപ്പടം കാച്ചുന്നതിന്റെ നല്ല മണം അടിക്കുന്നു ഇവിടെ. കേസ് അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ചോട്ടിവിടെ ഗെയിം കളി പരിപാടികളൊക്കെയാണ്. കഴിച്ചിട്ട് നമുക്ക് ഇനി റീൽ എടുക്കണം, പിന്നെ ബോട്ടിലാർട്ടും ചെയ്യണം. ഓക്കെ, ഞാനിപ്പോ ഒന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെ. ഒരാളിവിടെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, റീൽ എടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കണ്ണാടി തറയിൽ വീണ് പൊട്ടി. പൊട്ടിപ്പോച്ച്. ഞാൻ മേക്കപ്പ് ഇടുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മുടെ കണ്ണാടി. Oh my God. കണ്ണാടിയൊക്കെ പൊട്ടി പാളിസായി. ഞാൻ മേക്കപ്പ് ഇടുക. നന്നായിട്ട് ഇടുക. ഓക്കെ. അപ്പൊ ഗൈസ് പൊന്നു റീലെടുക്കാൻ റെഡി ആയി നിൽക്കുക. അപ്പൊ നമ്മളിനി റീലൊക്കെ എടുത്തിട്ട് അടുത്ത പരിപാടി ഉണ്ട് ഗൈസ്. ഓക്കെ, റീല് എന്തായാലും നമ്മള് യൂട്യൂബില് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഉണ്ട് ഗൈസ്. അപ്പൊ ഞാൻ റീൽ എടുക്കാൻ പോവാണ്. ഓക്കെ, നോക്കി ഗൈസ് പൊന്നു റീൽ എടുക്കാൻ വേണ്ടി ഒരുങ്ങി സെറ്റ് ആവുകയാണ്. വളയൊക്കെ കാണിച്ചേ. എന്റെ ഐ മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? നമ്മളിതൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. ഭാരതൊക്കെ റീൽ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. പൊന്നുവിൻ്റെ കുറേ നേരം പൊന്നുവിൻ്റെ ഒരുക്കവും ആട്ടവും പാട്ടും. അപ്പം ഇനി എടുക്കട്ടെ. ഇങ്ങനെ ഞാൻ ആക്കേ ഷാളിട്ടില്ല. ഷാൾ എങ്ങനെയായിരുന്നു ഇത്? ചോട്ട് ഇത് അപരാധങ്ങളെ കാണി എല്ലാം. പക്ഷെ നീ വിചാരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ സൈഡിൽ നിന്ന് എടുക്കുന്ന പോസിന്റെ ഈ ഒരു സൈഡ് ഇന്ന് ഫോട്ടോസ് ഇട്ട് തന്നെ. ഇതെല്ലാം വീഡിയോ. അവിടെ എന്തുവാടാ? ഇതാണ് ഫൈനൽ ലുക്ക്. റീല് പഠിക്കുക കേട്ടോ. ഓക്കെ മതി എടുക്കാം. അപ്പൊ ഓക്കെ, നമ്മൾ റീൽ എടുക്കാൻ പോവാണ്. ക്യാമറമാൻ ചോട്ടുവിനോടൊപ്പം പൂജ. അപ്പൊ ഗൈസ് നമ്മൾ സാഹസികമായി ട്രാൻസിഷൻ കഴിഞ്ഞു. ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നെ ചൂട് ഇല്ല,
ലൈറ്റിന്റെ ഒക്കെ ചൂട്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എന്തോ വേണം? ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. കുറച്ച് ബോട്ടിൽ ആർട്ടിങ് പണികളുണ്ട്. പെയിന്റ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യില്ലെങ്കിൽ കഴുകി വൃത്തിയായിട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് പെയിന്റ് വാങ്ങിയിട്ട് അടിക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ടൈം ആയിരുന്നു ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ അച്ഛനെ കൊണ്ട് ആശുപത്രി പോവാ. അപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് ബാക്കി എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം നീ വന്നിട്ട് പെട്ടെന്ന് വരില്ലേ? വരും. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് കണ്ട് നമുക്ക് ബാക്കി ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ബിയറിന്റെ കുപ്പികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കിട്ടി നമുക്ക്. നമ്മളിത് പറക്കി എടുത്തോണ്ട് വന്നയാ, വേറൊന്നും വിചാരിക്കല്ലേ. ഇനി ഇതും പറഞ്ഞോണ്ട് കമന്റ് വരരുത്. നമ്മളിത് കളക്ട് ചെയ്ത് വന്ന കുപ്പികളാ. അപ്പൊ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പം പെയിന്റ് അടിക്കാൻ സമയമില്ല. കാരണം ഇനിയിപ്പോ പെയിന്റ് അടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ, ഈ വിളക്ക് കത്തിക്കാൻ സന്ധ്യയാവുന്ന, വിളക്ക് കത്തിക്കണം, രാമായണം വായിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ട് നമുക്കിത് വൃത്തിയാക്കി വെക്കാം. നാളെ പെയിന്റ് അടിക്കാം. നാളെ എന്തായാലും നമ്മളൊരു വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് പെയിന്റിങ് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പോയി ഇത് വൃത്തിയാക്കി കഴുകാം. ഞാനിവിടെ ഇരിക്കുവാണ്. അപ്പം പൊന്നു അവിടെ നിന്ന് എന്താ പൊന്നു ഒരു കാര്യം ചെയ്യും, ഇത് കഴുകിക്കാം. നമുക്ക് വ്ളോഗ് പിന്നത്തേക്ക് എടുക്കാം. ബോട്ടിൽ ആർട്ടിന്റെ വ്ളോഗ് പിന്നെ നാളെ വരുന്നതായിരിക്കും. ബാക്കി പിന്നെ ഇല്ലയോ? ഇനി എന്തുണ്ട്? ഇനി ഞാൻ രാമായണം ഓക്കെ, എന്നാ കട്ട് ചെയ്യട്ടെ? ഓക്കെ, അപ്പൊ ഇത് കഴുകി വെച്ചിട്ട് ബാക്കി നാളെ. ബൈ. ഇനി വിളക്ക് ഇപ്പൊ ബിയറുപ്പി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂജാ റൂമിലേക്കുള്ള വിളക്കും കിണ്ടിയോ വിളക്കും കിണ്ടിയും കഴുകി വൃത്തിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി തൂത്തിട്ട് കുളിച്ചിട്ട് വന്നിട്ട് രാമായണം ചൊല്ലാം. ഓക്കെ, ഞാൻ ചെന്നൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മള് വിളക്ക് കഴുകാണ്. എന്നൊന്നും കഴുകത്തില്ല അല്ലേ? കഴുകത്തില്ല. ഇപ്പൊ ഈ രാമായണ മാസമൊക്കെ ആയോണ്ട് ഇപ്പൊ നല്ല വൃത്തിയാക്കി വെച്ച് കഴുകുക. ഇത് വർഷങ്ങൾ കൊണ്ടുള്ള ഇവിടെ ഉള്ള വിളക്കാണ് ഗൈസ് എന്നാണ് അമ്മ പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പോ ഇന്നലെയൊക്കെ ഞാൻ രാമായണം വായിച്ചത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു രാമായണം വായിക്കാൻ. ഇന്ന് അമ്മ ചിലപ്പം കാണും, ചിലപ്പം കാണത്തില്ല. എന്തായാലും ഞാൻ രാമായണം വായിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഇച്ചിരി പാടാണ്, പക്ഷെ സുഖമുള്ള പരിപാടിയാണ്. സമാധാനം, പീസ്ഫുൾ ആയിരിക്കും. നമുക്ക് ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇപ്പം ഈ കർക്കിടക മാസമായിട്ട് കർക്കിടക മാസമായിട്ട് എല്ലാവരും കർണാടക കുളിച്ച് നല്ല ഭക്തിയോടുകൂടി രാമായണമൊക്കെ ചൊല്ലുക. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വരട്ടെ. ഗൈസ്, അപ്പം നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവാന്നേ. ഇത് ഞാൻ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ രാമായണം വായിച്ചായിരുന്നു കേട്ടോ. പക്ഷേ രാമായണം വായിക്കുന്നത് ഞാൻ എടുക്കണ്ടെന്ന് ചോട്ടൂരിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് എടുക്കാന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇപ്പോൾ രാത്രിയായി. നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്ന് നമ്മളപ്പോൾ രാത്രിയിലാണെങ്കിൽ കുറച്ച് മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ ഞാൻ വിചാരിച്ചതാ കഴിക്കണമെന്ന്. ഇന്നലെ എനിക്കൊരു കൊതിയായി, പക്ഷേ ഇന്നലെ പറ്റില്ല കഴിക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ യിപ്പി വാങ്ങി ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റ് ഡിന്നർ ഇച്ചിരി യിപ്പി കഴിക്കാൻ പോകണം. താണ്ടേ ചോട്ട് വരാനുണ്ട്.
ചോട്ടു കുളിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. അപ്പോൾ ചോട്ടു വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് കഴിച്ച് പിക്കായി ഇവിടെ. ഓക്കെ, അപ്പോൾ ചോട്ടു വരുമ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നല്ല ചൂടുണ്ട്. സൂപ്പർ. മാഗി ഇഷ്ടമല്ലാത്ത ആരുള്ള? കുറേ നാൾക്ക് ശേഷം മാഗി കഴിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ്. ഞങ്ങൾ മിക്കവാറുള്ള ദിവസം മാഗി വാങ്ങി ഞാനും ചോട്ടും അടിയായിരിക്കും തോനെ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ഗൈസ്. അപ്പം ചോട്ട് വന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്ന് ഇനി കളിയുണ്ട്, കളി കാണാൻ പോകണം. ഇന്ന് അർജന്റീന വേഴ്സസ് സ്പെയിൻ്റെ മാച്ചാണ് ഗൈസ്. അത് കളി കാണാൻ പോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് കൂടെ ആഡ് ചെയ്യാം. പിന്നെ മാഗി ഇവിടെ ഉണ്ടാക്കിയത്, അത് കഴിക്കണം. അവിടെ കഴിച്ചിട്ട് നമുക്ക് പോവാം ഇല്ലേ? ഞാൻ വരുന്നില്ല. ഇതിപ്പോ ഇവിടെ കഴിച്ചു. ഞാൻ ഇനി അടുത്ത ബൈറ്റ് കഴിക്കണം. ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോയതാ. അപ്പോൾ പൊന്നുമില്ല, പൊന്നു വിട്ടിരുന്ന കളിയാണ്. ഞാൻ പുറത്ത് പോയിട്ട് വരാം, അതൊക്കെ കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തുവായിരുന്നു? സൺഡേ വ്ളോഗ്. അതെ, ഇന്നത്തെ ഒരു സൺഡേ ഇങ്ങനെയായിരുന്നു ഗൈസ്. അപ്പം സൺഡേ തീർന്നിട്ടില്ല. സൺഡേ ഇനി കളിയോടെ കഴിഞ്ഞ് തീരത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും ആരുടെ ഫാനാന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഏത് ടീമിൻ്റെ ഫാനാണെന്ന്, അർജന്റീന ആണോ സ്പെയിനാണോ എന്നൊക്കെ. പിന്നെ ഞാൻ ബ്രസീലാണ്, അന്ന് ഇന്നും ബ്രസീൽ തന്നെ. അപ്പോൾ ഓക്കെ, കാണാം. Yes, can you please rise if you are able for the national anthem of Spain, performed by Spanish brass. Favor de ponerse de pie. അതുണ്ട്, എന്തുണ്ട്? അപ്പോൾ ഗൈസ് നമ്മൾ വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. അപ്പം പിന്നെ വീഡിയോ എടുക്കാനുള്ള ഇതില്ലായിരുന്നു, വൈൻഡപ്പ് ചെയ്യാനുള്ള ഇതില്ലായിരുന്നു. അപ്പം നമ്മള് പിറ്റേ ദിവസം വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. രാവിലെയാണ് എടുക്കുന്നത്. അപ്പം എന്തായാലും യഥാർത്ഥ ഫുട്ബോൾ ജയിച്ചു, അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്കും. അപ്പം പിന്നെ നമ്മൾ മെസ്സി വിരുദ്ധരും അങ്ങനൊന്നും അല്ല, കാരണം മെസ്സി ഇഷ്ടമാണ്. പക്ഷെ കളിച്ചവര് ജയിക്കണം. മെസ്സി വെറുക്കുന്നില്ല. നമ്മളോടുള്ള കളി ആയപ്പോഴത്തേക്ക് ഞാൻ വെറുത്തുപോയി. ആ കളിയിൽ ഫൗൾ കാണിച്ചപ്പോഴത്തേക്ക് നമ്മള് മെസ്സിയെ വെറുക്കുന്നൊന്നുമില്ല. പക്ഷെ ലെജൻഡ് ലെജൻഡ് തന്നെയാണ്. പക്ഷെ നന്നായിട്ട് കളിച്ചവര് ജയിച്ചു. അതെ, യഥാർത്ഥ ഫുട്ബോൾ ജയിച്ചു, അതേ ഉള്ളു പറയാം. ഇതിനകത്ത് ഫൗളും കാര്യങ്ങളും അങ്ങനൊന്നും ഇല്ലായിരുന്നു. അപ്പം യമാലാണ് ഇപ്പം ഫ്യൂച്ചർ. ഇനി യമാലിന്റെ കയ്യിലാണ്. അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, യമാലാണ് ഹീറോ. അപ്പൊ റൊണാൾഡോയ്ക്കും കിട്ടിയില്ല, നെയ്മറിനും കിട്ടിയില്ല, മെസ്സിക്കും കിട്ടിയില്ല. എന്നെ സമാധാനം. ഷിവർലാനിനും ഒരാൾക്ക് കിട്ടുമെന്നായിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷെ വേറൊരു ടീം കൊണ്ടുപോയി. എന്തായാലും അടിപൊളി കളിയായിരുന്നു അല്ലേ? യമാല് ഫ്യൂച്ചർ ഹീറോ ആയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്യൂച്ചർ ഗോട്ട് ചിലപ്പോ അവനായിരിക്കും, അറിയത്തില്ല. എന്തായാലും നല്ലൊരു കളിയുണ്ട്. അടപടലം പൊട്ടി കേസ് അർജന്റീനയ്ക്ക്. പിന്നെ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഈ സീസണിലെ വേൾഡ് കപ്പ് അവസാനിച്ച് അപ്പൊ നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോസ് ആയിട്ട് ഇനി വരാം. ഓക്കെ, ബൈ ബൈ. സമാധാനം, സന്തോഷം. ഇനി സുഖമായിട്ട് ഇടുന്നു ഉറങ്ങാം.